ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, യൂണിവേഴ്സിറ്റി LGSൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ PSC ലേറ്റസ്റ്റായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ലിസ്റ്റ് വരാൻ വൈകിയിരുന്നു അല്ലേ. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി LGSൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് കാത്തിരുന്നൊരു റിസൾട്ട് കൂടിയാണ് യൂണിവേഴ്സിറ്റി LGSൻ്റെ. ഇപ്പോൾ എന്തായാലും കാറ്റഗറി നമ്പർ 697/2022 അതുപോലെ 7/2/2024 ഇതിൻ്റെ എക്സാമൊക്കെ നടന്നത്. പിന്നെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ട് ഓഫ് എത്ര മാർക്കാണെന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യത ഉള്ളവരൊക്കെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, എന്താ മെയിൻ ലിസ്റ്റിൽ 1099 പേര്, അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1178 പേര്, അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 44 പേര്. അങ്ങനെ മൊത്തം 3 ഇതിലും കൂടെ ആയിട്ട് 2321 പേരാണ് ഈ ഷോർട്ട് ലിസ്റ്റിൽ, ഈ പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 2321 കാൻഡിഡേറ്റ്സ്. മെയിൻ ലിസ്റ്റിൽ 1099, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1178, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 44. അതുപോലെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് 81 കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 81 മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ്. വളരെ ഉയർന്നൊരു കട്ട് ഓഫ് തന്നെയാണ്. കാരണം ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ തന്നെയാണ് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരു ഉയർന്ന കട്ട് ഓഫ് ആയിരിക്കും. ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ കട്ട് ഓഫിന് മുകളിൽ മാർക്കൊക്കെ ഉള്ളവർ, ഉൾപ്പെടാൻ സാധ്യത ഉള്ളവർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൽ ഉണ്ടോ എന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ OTR വെരിഫിക്കേഷൻ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അതിൻ്റെ ഡേറ്റ് ആൻഡ് ടൈമൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന ഷോർട്ട് ലിസ്റ്റാണ്. ഓക്കെ.